പ്രതീക്ഷിച്ചിരുന്നില്ല. ഊണിലും ഉറക്കത്തിലും ഒക്കെ കുഞ്ഞീഷ്ണ കുഞ്ഞീഷ്ണ ജപിച്ച് നടന്ന് എന്നോട് തന്നെ ഇത് കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പാല്, വെണ്ണ, പഞ്ചാമൃതം, പാൽപായസം ഒക്കെ നേരത്തോട് നേരം, സമയാസമയം, സെക്കൻഡ് തെറ്റാതല്ല ഞാൻ മുമ്പിൽ കൊണ്ട് വെച്ചിരുന്നേ. കുസൃതരം, കുണ്ടാമിടിത്തരം ഒരുപാട് കാണിച്ചിട്ടുള്ള ആളാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. കുഞ്ഞീഷ്ണ സ്ഥാനത്ത് ഈ ലീലാവതി ആയിരുന്നെങ്കിലേ എന്റെ ഭക്തിയുടെ കോമ്പൗണ്ടിനകത്ത് കടന്ന കള്ളനെ ശപിച്ച് ഭസ്മാക്കുമായിരുന്നു. ശകടാസുരനെ കൊന്നു, പൂതനെ കൊന്നു, കംസനെ കൊന്നു. ദുഷ്ടനിഗ്രഹം നടത്തിയതിന് കൈയും കണക്കുമില്ല. എന്നിട്ടിപ്പോ ഒരു കാറ് കളഞ്ഞ് കൊല്ലാൻ വേണ്ട, കൊല്ലണ്ട, ഒന്ന് തടസ്സപ്പെടുത്താനുള്ള കെൽപ്പില്ലാതെ പോയല്ലോ. എന്റെ കുഞ്ഞീഷ്ണ, ഇപ്പോഴെനിക്ക് മനസ്സിലായോ? കുഞ്ഞീഷ്ണ പറഞ്ഞതൊക്കെ ഞാൻ തിരിച്ചെടുത്തു. എനിക്കറിയാം, എന്റെ കാറ് ഒരു കള്ള മോഷ്ടിക്കാൻ വന്നു. അപ്പോ എന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി കുഞ്ഞീഷ്ണൻ അവളുടെ കാറും കൂടെ മോഷ്ടിപ്പിച്ചു. അങ്ങനെയല്ലേ? അതെ, അങ്ങനെ തന്നെയാ. എന്റെ കാർ സെക്കൻഡ് ഹാൻഡ്, അവളുടെ കാർ പുതിയത്. അപ്പോ അവളുടെ സങ്കടം കാണുമ്പോ എനിക്ക് സന്തോഷം വരും. ഞാൻ സന്തോഷിക്കുന്ന കാണുമ്പോ കുഞ്ഞീഷ്ണ സന്തോഷവും. അങ്ങനെയല്ലേ? അത് തന്നെ, അത് തന്നെ. അയ്യോ സ്വാമി, അയ്യോ കുഞ്ഞീഷ്ണ. കുഞ്ഞീഷ്ണ ഇങ്ങോട്ട് നോക്ക്, ഏതായാലും അവളുടെ കാറ് പോയി. ഇനി എന്റെ കാർ തിരിച്ചു തരുമോ? ഞാൻ കൂടുതൽ സന്തോഷിക്കട്ടെ. ഇങ്ങോട്ട് നോക്കൂ, എത്രയും പെട്ടെന്ന് എനിക്ക് കാർ തിരിച്ചു തരണം. ആ പച്ചക്കാറ് ആലോചിക്കുമ്പോ എനിക്ക് വീണ്ടും വിഷമം വരിക. നിന്റെ മറുപടി കിട്ടുന്നവരെ ഞാൻ ഇവിടെ തന്നെ നിൽക്കും, ഉറപ്പാ. പാവം നാത്തു, കളഞ്ഞുപോയ കാറേ ഈശ്വരൻ കൊണ്ടുകൊടുക്കുന്നു പറഞ്ഞ ഒരേ വിഷമല്ലേ. എനിക്ക് പ്രയാസം തോന്നുക. ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? ഈ പ്രയാസത്തെ കുറിച്ച് ഞാൻ ഒരു കവിത എഴുതിയിട്ടുണ്ട്. വേണ്ട വേണ്ട, ഇപ്പൊ വേണ്ട. ഓ അത് ശരി. എന്ന് വെച്ചാ ഒരു ഭർത്താവിന്റെ കവിത കേൾക്കാനുള്ള സഹിഷ്ണുത ഭാര്യക്കില്ലെന്ന്. അയ്യോ, അതുകൊണ്ടല്ല. എനിക്കറിഞ്ഞൂടെ, ചേട്ടന്റെ കവിത നല്ല കവിതയാ. പക്ഷേ ഇപ്പൊ സമയമില്ല. നീ ഇപ്പൊ എന്താ പറഞ്ഞേ? സമയമില്ല. സമയത്തെ കുറിച്ചൊരു കവിത ഉണ്ടോ? സമയം വേഗത്തിൽ പോകും, വേഗത്തിൽ പോകുന്ന വഴി ഒരു കിണർ കൊട്ട കിണർ, കിണറിൽ വെള്ളമുണ്ട്, വെള്ളം ജലമാണ്, ജലമൊരു. നീ ഇതവിടെ എവിടെ പോണം? ബാക്കിയുടെ കേള്. കടലിലും കായലിലും. എന്നിട്ട് ഓടിക്കരുത്, കവിതയാക്കാൻ. ലീലാവതി, നരട്ട നോക്കിയോ, രണ്ടാഴ്ചക്കകം കുഞ്ഞീഷ്ണൻ നമ്മുടെ കാർ തിരികെ തരും. എങ്ങനെ? നേർന്നു, ഞാൻ നേർന്നു. സ്വർണത്തിന്റെ ആൾരൂപം 1 പവനില്, കൂടാതെ വെണ്ണ കൊണ്ടൊരു തുലാഭാരം. ആരെ വെച്ച്? മോളെ വെച്ചോ? എന്നെ വെച്ച്. നേർച്ചകൾ ഗുരുവായൂർ നടത്തണം. എന്റെ ഗുരുവായൂരപ്പ, 1 പവൻ സ്വർണവും നിന്റെ തൂക്കം വെണ്ണയോ? അത് കുറഞ്ഞു പോയല്ലേ, എനിക്കറിയാം. എന്നാലും നമ്മുടെ ഇല്ലായ്മയും വല്ലായ്മയൊക്കെ ഭഗവാൻ അറിയാലോ. നേർച്ചകൾ നടത്തി 2 ആഴ്ചക്കകം കുഞ്ഞീഷ്ണൻ കള്ളനെ കൊണ്ട് നിന്റെ മുന്നിൽ നിർത്തും. ഇതുപോലെ ഇത്രയെടുത്ത്. നരേട്ടനെന്തിനാ പേടിക്കുന്നേ? പേടിയോ? ആർക്ക്? എനിക്കോ? എനിക്കെന്തിനാ പേടി? ലീലാവതി, ഈ 1 പവനും നിന്റെ തൂക്കം വെണ്ണയ്ക്കൊക്കെ ഇപ്പൊ എന്താ വില? കണക്ക് പറയരുത് കേട്ടോ എന്റെ കുഞ്ഞീഷ്ണ. അല്ല, ഈ 1 പവനും വെണ്ണയ്ക്കും ഒക്കെ എന്ത് വില വരാനാ? കൂടി പോയ ഒരു 10-20,000 രൂപ. പക്ഷെ കാറിനോ ലക്ഷങ്ങളല്ലേ? ഭഗവാന്റെ കാണിക്കയ്ക്ക് കണക്ക് പറയില്ലേ നരേട്ടാ? അതിന് എന്റെ കാണിക്കൽ എന്തെങ്കിലും വേണ്ട? ഈശ്വര, എന്റെ അമ്മ ഇതേ പോണു. അതെ, ഞാൻ നേരത്തെ ദേഷ്യപ്പെട്ടില്ലേ, മനസ്സിലെ പ്രയാസം കൊണ്ടാട്ടോ. സോറി ലീലാവതി. അതെ, 1 പവനും നിന്റെ തൂക്കം വെണ്ണയെന്നുള്ളതിൽ ചെറിയൊരു റിഡക്ഷൻ. എങ്ങനെ? അല്ല, ഈ 1 പവൻ എന്നുള്ളത് 2 ഗ്രാം ആക്കുകയും നിന്റെ തൂക്കം വെണ്ണ എന്നുള്ളത് മോളുടെ തൂക്കം ആക്കുകയും ചെയ്തു. എന്റെ കുഞ്ഞീഷ്ണ, ബാർഗൈനിങ്ങോ? ഈ കുഞ്ഞീഷ്ണ കച്ചവടത്തിലിരിക്കുന്ന ആളോ? ബാർഗൈനിങ്, റിഡക്ഷൻ, വിൽക്കല് വാങ്ങല് ഭാഷയൊന്നും കുഞ്ഞീഷ്ണടുത്ത് വേണ്ട കേട്ടോ. കുഞ്ഞീഷ്ണ പൊറുക്കണേ, പറഞ്ഞതിന് പ്രായശ്ചിത്തമായിട്ട് 1 പവന് പകരം 2 പവൻ സ്വർണ്ണം ഞാൻ തരാം. മാത്രമല്ല നരേട്ടനെ കൊണ്ട് വെണ്ണ കൊണ്ട് തുലാഭാരം നടത്തിയേക്കാം. ക്ഷമിക്കണേ കുഞ്ഞീഷ്ണ. ഈശ്വര ഭഗവാനെ,
നരേട്ടാ ഞാൻ ചായ എടുക്കാം. വേഗം ഡ്രസ് മാറിയിട്ട് വാ. സമാധാനമായി. ലീലാവതി, ഉറങ്ങാൻ സമയമായില്ലേ? ഒന്ന് കിടക്കൂ. സതി, മുറ്റത്തിങ്ങനെ ഒന്ന് മഞ്ഞു കൊണ്ടുവന്ന് വെച്ച് പോയ കാർ തിരിച്ചു കിട്ടുമോ? നീ വന്ന് കിടക്ക്. വിശ്വേട്ടാ കിടക്കാം. കിടക്കാം.